ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഷൈനീസ് വേൾഡ്. അപ്പോൾ ഇന്ന് ഷൈനീസ് വേൾഡിൽ നിങ്ങൾക്കായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തേൻനെല്ലിക്കയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഇനി മുതൽ ആരും തന്നെ കടയിൽ നിന്ന് തേൻനെല്ലിക്ക വാങ്ങി കുട്ടികൾക്ക് കൊടുക്കണ്ട. ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കൂ. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിനായിട്ട് ഞാനിവിടെ ഒരു പാനിലോട്ട് 1/2 കിലോ കൽക്കണ്ടമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിലോട്ട് ബോയിൽ ചെയ്ത് വെച്ചിട്ടുള്ള നെല്ലിക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെല്ലിക്ക നമ്മൾ വെറും 10 മിനിറ്റ് മാത്രം തന്നെ സ്റ്റീം ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. വെള്ളത്തിലിട്ട് വേവിക്കാതെ സ്റ്റീം ചെയ്തെടുക്കണം. അത് ഫോർക്ക് ഉപയോഗിച്ച് ഹോൾസ് നമ്മൾ ജസ്റ്റ് കുത്തി ഹോൾസ് ഇടുക. എന്നിട്ട് നമ്മൾ ഈ കൽക്കണ്ടത്തിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ കൽക്കണ്ടം മെൽറ്റായി തുടങ്ങും. ഓരോ 10 മിനിറ്റ് കൂടുമ്പോഴും നമ്മൾ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതിങ്ങനെ മെൽറ്റായി അത് നല്ലൊരു ബ്രൗൺ കളറിലോട്ട് മാറും. അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ള നെല്ലിക്ക റെസിപ്പി ഇവിടെ തയ്യാറാവും. ഏകദേശം ഒരു അരമണിക്കൂർ നമുക്ക് മതിയാവും ഇത് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ വെന്ത നെല്ലിക്ക നമ്മൾ ഇതിലോട്ട് ഇട്ടിട്ട് അരമണിക്കൂറോളം ഇടയ്ക്കിടയ്ക്ക് തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള തേൻ നെല്ലിക്ക ഇവിടെ റെഡിയാവും. അപ്പോൾ ഈ ഒരു കളറിൽ നമുക്ക് കിട്ടണം. ഫൈനലിൽ നമുക്ക് എല്ലാ ജ്യൂസും നമ്മുടെ ഈ ഒരു നെല്ലിക്കകത്തോട്ട് അബ്സോർവ് ആയിട്ട് ഈ ഒരു കൺസിസ്റ്റൻസി ആവും. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ നമ്മുടെ പ്രോസസ്സ് കഴിയും. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കുക. ഇതിൽ ഇച്ചിരി കൂടെ ടേസ്റ്റ് കൂട്ടാനായിട്ട് ഏലക്കപ്പൊടിയോ ഒക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും തന്നെ ട്രൈ ചെയ്യുക. അടിപൊളി ടേസ്റ്റാണ് തേൻ നെല്ലിക്ക. നല്ല ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററായിട്ടുള്ള ഒരു സംഭവമാണ്. കുട്ടികൾക്ക് ഡെയിലി ഒരെണ്ണം ചെയ്ത് വെച്ചിട്ട് എല്ലാവരും തന്നെ കുട്ടികൾക്ക് ഡെയിലി ഒരെണ്ണം വെച്ചിട്ട് കൊടുക്കുക. വലിയവർക്കും കഴിക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഷെയർ ചെയ്തും കൊടുക്കുക. ഓക്കെ, പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നതാണ്.